ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. രണ്ട് മികച്ച താരങ്ങൾ നേതൃത്വം നൽകുന്ന രണ്ട് മികച്ച ഫ്രാഞ്ചൈസികളുടെ രണ്ട് മികച്ച IPL ക്ലബ്ബുകളുടെ ടീം കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരത്തെ ചാനലിൽ രണ്ട് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. RCB വേഴ്സസ് CSK, അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ടീം കമ്പാരിസൺ. അപ്പോൾ ഇത്തവണ എത്തിയിട്ടുള്ളത് രണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനങ്ങൾ വിശേഷിപ്പിക്കാവുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ നേതൃത്വം നൽകുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെയും ഒപ്പം ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും ടീം കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ രണ്ട് ടീമുകളെക്കുറിച്ചുള്ള ചെറിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചാണ് നിലവിൽ നമുക്കറിയാം, ക്യാപ്റ്റൻസി ചേഞ്ച് വന്നതിന് ശേഷം വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവം തന്നെയായിരുന്നു. മുംബൈ ഇന്ത്യൻസിനകത്തും പുറത്തും ഒരുപോലെ നിലവിലും അടങ്ങാത്ത കനലുമായി തന്നെ സ്വന്തം ആരാധകർ പോലും മുംബൈ ഇന്ത്യൻസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച്. സോ നമുക്കറിയാം, മുംബൈ അന്ന് ഒഫീഷ്യലി അല്ലെങ്കിൽ BCCIക്ക് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഹാർദിക് പാണ്ഡ്യയെ തിരികെ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് കൊണ്ടുവരാൻ ഏതാണ്ട് ട്രാൻസ്ഫർ ഫീ ആയി 15 കോടി രൂപ മുടക്കിയെന്നായിരുന്നു മുംബൈയുടെ റിപ്പോർട്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ സംബന്ധിച്ച ഒരു ന്യൂസ് പുറത്തു വന്നത്. ഹാർദിക്കിനെ തിരികെ കൊണ്ടുവരാൻ ഗുജറാത്തിന് 100 കോടി രൂപയോളം മുംബൈ ട്രാൻസ്ഫർ ഫീ നൽകിയെന്നായിരുന്നു. സോ അതിനാൽ തന്നെ BCCIക്ക് നൽകിയ BCCIക്ക് നൽകിയ കത്തിൽ തെറ്റായ വിവരം കാണിച്ച അല്ലെങ്കിൽ തെറ്റായ തുക കാണിച്ച മുംബൈ ഇന്ത്യൻസിന് ബാൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കറിയാം, 15 കോടി രൂപയാണ് BCCIക്ക് നൽകിയ കത്തിൽ മുംബൈ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ 100 കോടി രൂപ എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ BCCI നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കത്തിൽ തന്നെ കാണാം മുംബൈ ഇന്ത്യൻസിന് ബാൻ ലഭിക്കുകയില്ലയോ എന്ന്. വാതുവെപ്പ് കേസിൽ CSK, RR തുടങ്ങിയ ടീമുകൾക്ക് ഇതിന് മുൻപ് IPL ബാൻ ലഭിച്ചിട്ടുണ്ട്. സോ മുംബൈക്ക് ബാൻ വരുമോ ഇല്ലയോ എന്നൊക്കെ കത്തിൽ തന്നെ കാണാം. ഇനി KKR നമുക്കറിയാം, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ പഴയ താരമായിരുന്ന ഗൗതം ഗംഭീറിനെ ലക്നൌവിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് ഇത്തവണ തങ്ങളുടെ മെൻറ്റർ റോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഇനി രണ്ട് ടീമുകളുടെയും കമ്പാരിസൺ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈയിൽ നിന്ന് തുടങ്ങാം. മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം, ഇത്തവണ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ട്രാൻസ്ഫർ തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടേത്. ഹാർദിക് പാണ്ഡ്യ വന്ന നിമിഷങ്ങൾക്കകം തന്നെ മുംബൈ മാനേജ്മെൻറ്റ് രോഹിത് ശർമ്മയിൽ നിന്ന് പകരം ക്യാപ്റ്റൻസി ഹാർദിക്കിന് നൽകിയിരുന്നു. സോ അത് തന്നെ സ്വന്തം ആരാധകർക്കിടയിൽ പോലും മുംബൈ ഇന്ത്യൻസിന് വളരെ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി മുംബൈയുടെ സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, സൗത്ത് ആഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രൂയിസ്, തിലക് വർമ്മ, ടിം ഡേവിഡ്, വിഷ്ണു വിനോദ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, അർജുൻ ടെണ്ടുൽക്കർ, റൊമാരിയോ ഷെഫേർഡ്, LSGയിൽ നിന്നും ട്രേഡ് ചെയ്ത് വന്ന താരം ഷംസ് മുലാനി, നേഹൽ വധേര, ജസ്പ്രീത് ബുംറ, കുമാർ കാർത്തികേയ, പീയൂഷ് ചവള, ആകാശ് മധുവാൾ, ജേസൺ ബഹ്റൻഡോഫ്, ശ്രേയസ് ഗോപാൽ, ദിൽഷൻ മധുശങ്കർ, നുവാൻ തുഷാര, നമൻദീർ, അനുഷ്കുൽ കംബോജ്, ക്വൈറ്റ്സി, ജെറാൾഡ് ക്വൈറ്റ്സി, മുഹമ്മദ് നബി, ശിവാലിക് ശർമ്മ എന്നിവരാണ് മുംബൈയുടെ സ്ക്വാഡ് എന്ന് പറയുന്നത്. KKRന്റെ സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മടങ്ങി വരുന്നു എന്നാണ് KKRനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന കാര്യം. ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് കഴിഞ്ഞ IPL സീസൺ കളിക്കാൻ സാധിച്ചിരുന്നില്ല, പരിക്കിൻ്റെ പിടിയിലായത് കാരണം. സോ ഇത്തവണ ക്യാപ്റ്റൻ പൂർണ്ണ ഫിറ്റായി മടങ്ങി വരികയാണ്. അത് തന്നെയായിരിക്കും KKR മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ കൊൽക്കത്തയുടെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്തവണ കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം മികച്ച ഫോമിലായിരുന്നു ശ്രേയസ് അയ്യർ. സോ അത് KKRൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്ക് തങ്ങളുടെ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പുത്തൻ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. KKR സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, റിങ്കു സിംഗ്, അഫ്ഗാനിസ്ഥാൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടുള്ള റഹ്മാനുള്ള ഗുർബാസ്, ഇംഗ്ലീഷ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ജേസൺ റോയ്, രമൺദീപ് സിംഗ് മുൻ മുംബൈ ഇന്ത്യൻസ് താരം ഇത്തവണ ലേലത്തിലൂടെയാണ് KKR സ്വന്തമാക്കിയത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KS ഭാരത്, ഷറഫൻ റൂദർഫോർഡ്, മനീഷ് പാണ്ഡെ, അങ്കരീഷ് രഘുവൻഷി, അനുകുൽ റോയ്, ആന്ധ്ര റസൽ, വെങ്കടേഷ് അയ്യർ, സുയാഷ് ശർമ്മ, സ്പിന്നർ മുജീബുർ റഹ്മാൻ, ഹർഷിദ് റാണ, സുനിൽ നരൈൻ, വൈഭവ് അറോറ, വരുൺ ചക്രവർത്തി, മിച്ചൽ സ്റ്റാർക്ക്, ചേതൻ സക്കറിയ, ഗസ് അറ്റ്കിൻസൺ, സക്കീബ് ഹുസൈൻ എന്നിവരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത്. KKRന്റെ സ്ക്വാഡ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബാറ്റിംഗ് നിര വളരെ അത്ര ദുർബലമല്ല KKRൻ്റെത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് പുറമെ നിതീഷ് റാണ, റിങ്കു സിംഗ്, റഹ്മാനുള്ള ഗുർബാസ്, ജേസൺ റോയ്, രമൺദീപ് KS ഭാരത് എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയും ഒപ്പം വെട്ടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള മനീഷ് പാണ്ഡെ കൂടി തവണ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതോടുകൂടി റസലിനും സുനിൽ നരൈനും ഒപ്പം മനീഷ് പാണ്ഡെ കൂടി ചേരുന്ന ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു വെട്ടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള ബാറ്റിംഗ് നിരയാണ് KKRനുള്ളത്. ബോളിങ്ങിലാണ് കൊൽക്കത്തയെ സംബന്ധിച്ച് അത്ര അല്ലെങ്കിൽ അല്പം പോരായ്മകൾ നിഴലിച്ചു തന്നെ കാണാം. നമുക്കറിയാം, ഇത്തവണ ലേലത്തിൽ
മിച്ചൽ സ്റ്റാർക്ക് എന്ന താരത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് 24.75 കോടി രൂപയായിരുന്നു KKR ചിലവഴിച്ചത്. സോ അതിനാൽ തന്നെ അത്ര ക്വാളിറ്റിയുള്ള കുറച്ച് ബോളേഴ്സിനെ കൂട്ടാരത്തിലേക്ക് എത്തിക്കാൻ KKRന് സാധിച്ചിരുന്നില്ല. KKRന്റെ സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം പേസ് ബോളിംഗ് നിരക്ക് എന്തായാലും ഇത്തവണ മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യൻ തന്നെയായിരിക്കും നേതൃത്വം നൽകാൻ പോകുന്നത്. ഒപ്പം യുവതാരങ്ങളോട് ചേതൻ സക്കറിയ, ഹർഷിത് റാണ, വൈഭവ് ഹരാര എന്നിവർ ചേരുന്ന യുവ പേസ് നിരയാണ്. ഒപ്പം ഓൾറൗണ്ടർമാരായിട്ടുള്ള വെങ്കടേഷ് അയ്യരും ആന്ധ്ര റസലും കൂടി പന്തുകൾ കയ്യിലെടുക്കുമ്പോൾ KKRന് പേസ് ബോളിംഗ് നിരയിൽ അല്പം ആശ്വാസം നൽകും. എന്നിരുന്നാലും അത്ര സേഫ് അല്ല KKRന് പേസ് ബോളിംഗ്. നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്കിനെ ഒഴിച്ചു നിർത്തിയാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള പേസ് ബോളേഴ്സ് KKR നിരയിലില്ല. അതുപോലെ സ്പിന്നിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഇത്തവണ അഫ്ഗാനിസ്ഥാൻ്റെ യുവതാരമായിട്ടുള്ള മുജീബുർ റഹ്മാനെ കൂടാരത്തിലേക്ക് എത്തിച്ചതോടുകൂടി സ്പിൻ ബോളിങ്ങിന് കരുത്ത് കൂട്ടിയിരിക്കുകയാണ് നൈറ്റ് റൈഡേഴ്സ്. നമുക്കറിയാം വരുൺ ചക്രവർത്തിയും സുനിൽ നരേനെ നേതൃത്വം നൽകുന്ന സ്പിൻ നിരയിലേക്ക് ഇത്തവണ യുവതാരം അഫ്ഗാനിസ്ഥാൻ്റെ മികച്ച സ്പിൻ ബോളറായിട്ടുള്ള മുജീബുർ റഹ്മാനും കൂടി എത്തുന്നതോടുകൂടി സുയ ശർമ്മ, മുജീബുർ റഹ്മാൻ, സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്ന സ്പിൻ നിര KKRന് വളരെ സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും പേസ് ബോളിംഗ് നിരയിലെ ചില എക്സ്പീരിയൻസ് ഇല്ലായ്മകളാണ് KKRനെ പിന്നോട്ട് വലിക്കുന്നത്. ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഒരു കപ്പടിക്കാൻ എങ്ങനെ ഒരു ടീം വേണമെന്ന് കൃത്യമായ പ്ലാനിങ്ങോടെ ടീമിനെ അണിനിരത്തിയ പോലെയാണ് മുംബൈയുടെ സ്കോഡ് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും മികച്ച ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര, അത് കഴിഞ്ഞാൽ മികച്ച ബാക്കപ്പ് ഓപ്ഷൻസായി മികച്ച സ്റ്റാർ ഓൾറൗണ്ടേഴ്സ്, ഇവർക്കെല്ലാവർക്കും പുറമെ മികച്ച ലോകോത്തര പേസ് നിരയും ലോകോത്തര സ്പിൻ നിരയും അടങ്ങുന്ന മുംബൈയുടെ സ്കോഡ് ശരിക്കും ഒരു കിരീട പ്രതീക്ഷയിൽ തന്നെ മുന്നിലുള്ള ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ എന്നിരുന്നാലും ക്യാപ്റ്റൻസി ചൊല്ലിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങാത്ത തന്നെയാണ് മുംബൈയുടെ മാനേജ്മെൻറ്റിന് തലവേദന സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിൽ തന്നെ രോഹിത്തും ഇഷാൻ കിഷനും നൽകുന്ന തുടക്കം അത് വളരെ മികച്ചത്, അല്ലെങ്കിൽ വളരെ മുംബൈക്ക് സഹായകമാകും. ഒപ്പം സൂര്യകുമാർ യാദവും ഡിവാൾഡ് ബ്രൂയിസും തിലക് വർമ്മ, ടിം ഡേവിഡ് തുടങ്ങിയവരുടെ മികച്ച ബാറ്റിംഗ് നിരയും ഒപ്പം ബാക്കപ്പ് ഓപ്ഷൻസായിട്ട് മലയാളി താരം വിഷ്ണു വിനോദും റൊമാരിയോ ഷെഫേർഡും അടങ്ങുന്ന ബാക്കപ്പ് ഓപ്ഷൻസ് കൂടി ചേർന്നാൽ മുംബൈക്ക് അത് വളരെ ബാറ്റിങ്ങിൽ വളരെ ഗുണങ്ങൾ ചെയ്യും. ഒപ്പം സ്റ്റാർ ഓൾറൗണ്ടേഴ്സായി നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം ഇത്തവണ ജെറാൾഡ് കോയിറ്റ്സിയും മുഹമ്മദ് നബിയും കൂടി ചേരുന്ന സ്റ്റാർ ഓൾറൗണ്ടേഴ്സിൻ്റെ നിരയും കൂടി ചേരുന്നതോടുകൂടി മുംബൈയുടെ ഫിനിഷേഴ്സ് അല്ലെങ്കിൽ മുംബൈയുടെ ബാറ്റിംഗ് നിര വളരെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വളരെ മാരകമായി തന്നെ തുടരും. അതോടൊപ്പം തന്നെ ഇത്തവണ മികച്ച പേസ് ബോളേഴ്സിനെ കൂട്ടാരത്തിലേക്ക് എത്തിക്കാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യൻ താരത്തിനൊപ്പം കൂട്ടായിട്ട് ഇത്തവണ ദിൽഷൻ മധുജൻഗ, നുവാൻ തുഷാര, ജെറാൾഡ് കോയിറ്റ്സി തുടങ്ങിയ മികച്ച യുവ പേസർമാരെ മുംബൈ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റ് കുറച്ച് യുവതാരങ്ങളായിട്ടുള്ള ആകാശ് മധുവാളും എക്സ്പീരിയൻസ്ഡ് താരം ജേസൺ ബഹ്റൻഡോർഫും ചേരുന്ന പേസ് നിര മുംബൈക്ക് വളരെ ഭദ്രം തന്നെയാണ്. സ്പിൻ ബോളിങ്ങിലും ഒട്ടും പുറകിലല്ല മുംബൈ ഇന്ത്യൻസ്. മുഹമ്മദ് നബി എന്ന എക്സ്പീരിയൻസ്ഡ് സ്പിന്നർ, അഫ്ഗാനിസ്ഥാൻ്റെ എക്സ്പീരിയൻസ്ഡ് സ്പിന്നർ മുഹമ്മദ് നബി കൂടി പീയൂഷ് ചാവളയ്ക്കും കുമാർ കാർത്തികേയ്ക്കും കൂട്ടായി എത്തുന്നതോടുകൂടി മുംബൈയുടെ സ്പിൻ ബോളിങ്ങിലും അത്ര പോരായ്മകൾ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും KKRനേക്കാൾ വളരെ മികച്ച സ്ട്രെങ്തുള്ള ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. അതോടൊപ്പം തന്നെ ഇത്തവണ IPL കിരീടം ഉയർത്താൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ്. ഞാൻ നേരത്തെ ഒരു IPL 2027 കിരീടം നേടാൻ ചാൻസ് ഉള്ള ടീമുകളുടെ പവർ റാങ്കിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാം സ്ഥാനം ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു, രണ്ടാം സ്ഥാനം മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ്. സോ ആ ഒരു ലിസ്റ്റിൽ ചെന്നൈ മറികടന്ന ആ ഒരു കിരീടം നേടാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. വളരെ മികച്ചൊരു സ്കോർ തന്നെയാണ്. ബാറ്റിംഗ് നിരയും ഓൾറൗണ്ടർമാരുടെ നിരയും ബോളിംഗ് നിരയും വളരെ സ്ട്രോങ് തന്നെയാണ്. അതോടൊപ്പം തന്നെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അല്പം പോരായ്മകൾ മാത്രം ഒഴിച്ചു നിർത്തിയാൽ KKRന്റെ നിരയും അത്ര അല്ലെങ്കിൽ വളരെ സുരക്ഷിതം തന്നെയാണ്. ബോളിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് 2 വട്ടം IPL കിരീടം ഉയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അല്പം പോരായ്മകൾ നിലച്ചു നിൽക്കുന്നത്. പക്ഷേ ട്രേഡ് വിൻഡോ ഓപ്പണായി വരുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ താരങ്ങളെ എത്തിച്ചാൽ KKRനെ സംബന്ധിച്ച് തങ്ങളുടെ ഹാട്രിക് കിരീടം അല്ലെങ്കിൽ തങ്ങളുടെ IPLന്റെ 3ാം കിരീടം നേടുക എന്നത് അത്ര വിദൂരമായിരിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.